ഹലോ ഗായ്സ്, സബീസ് വ്ലോഗ്സിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് വേങ്ങത്താനം പെരുന്തേനരുവി. അപ്പോൾ പെരുന്തേനരുവിയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം പോയിട്ട് വരാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറേ നേരത്തെ ഒരു ഓഫ് റോഡ് റൈഡിന് ശേഷം വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഒരു പാളിപ്പോവും എന്ന് തോന്നിയാന്ന് വെച്ചാൽ വഴി അത്ര സുഖമല്ല. കുറച്ചു നേരം കറങ്ങി അറ്റ്ലാസ് നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ ആണോന്ന് അറിയത്തില്ല. എന്നാലും ഫുള്ള് വണ്ടി വരുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ നോക്കാം. ഗൈസ്, അങ്ങനെ വെള്ളച്ചാട്ടം ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വന്നു. വെള്ളച്ചാട്ടം കാണാനോർത്ത് വന്നതാണ്, പക്ഷേ വെള്ളച്ചാട്ടം കാഴ്ച നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇതുണ്ട്, വെള്ളത്തിൻ്റെ അവസ്ഥ ഭയങ്കര ശോകമാണ്. അതുപോലെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ നമ്മളെ വഴിയൊക്കെ പറഞ്ഞു വിട്ട ആൾ പറഞ്ഞേക്കണം. പക്ഷേ എന്നാലും കുറച്ച് ദൂരം കൂടെ നമുക്ക് നടന്നു പോയി നോക്കാം വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന്. ഇതെന്നാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ, പക്ഷെ വെള്ളം തീരെ കുറവാണെന്നേ ഉള്ളൂ. ആണോ, എന്നാലും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ കുറച്ചു നേരത്തെ നടപ്പിന് ശേഷം ഗൈസ് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ വാട്ടർഫോൾസിൽ. നമ്മളിവിടെ വരുമ്പോഴേ കാണുന്ന ഒരു കാഴ്ചയാണ് ആൽമരമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു നാട്ടുകാരനായൊരു ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മേപ്പടിയാൻ, അതായത് ഉണ്ണിമൂന്നിൻ്റെ പുതിയ സിനിമ മേപ്പടിയാൻ്റെ ഷൂട്ടിങ് അടുത്ത ആഴ്ച ഇവിടെ തുടങ്ങുമെന്നാണ് പുള്ളി പറഞ്ഞത്. ലൊക്കേഷനൊക്കെ അവർ നോക്കിയിട്ട് പോയതാണെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് അടച്ചു കിടക്കുന്നതാണ്. എന്നാ സംഭവം ബിൽഡിങ്ങൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു ചെറിയ ബിൽഡിങ് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ വേങ്ങത്താനും പെരുന്തേനരുവിയുടെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം അല്പം കുറവാണ്, എന്നാലും നല്ല വ്യൂ ആണ്. നമ്മുടെ ബാക്കി കാണാം, നല്ല മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആണ്. എന്നാലും സംഭവം കൊള്ളാം. അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോഴൊരു ആൽമരം കണ്ടോ, നിൽക്കുന്ന ആൽമരമാണ്. നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അറിയത്തില്ല, ഒരു മരം നിറച്ചും ഇങ്ങനെ ഒരു കായ്കളായിട്ട് കിടപ്പുണ്ട്. എന്നാ സാധനമാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ പൊളി വ്യൂ ആണ് കേട്ടോ, നല്ലൊരു കാടിൻ്റെ ഒരു അടിപൊളിയായിട്ടൊരു വ്യൂ ആണ് കാണുന്നത്.
അങ്ങ് താഴെ വരെ നല്ല താഴ്ചയിലേക്കാണ് വെള്ളച്ചാട്ടം. നല്ല മഴയുള്ള സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മളങ്ങനെ ഏറ്റവും ടോപ്പ് ഭാഗത്തെ വ്യൂ ആണ് വാട്ടർഫോൾസിൻ്റെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തെ ഏറ്റവും താഴത്തെ വ്യൂ കാണാനായിട്ട് ഇതിലൊരു വഴിയുണ്ട്. അപ്പം താഴത്ത് നമ്മളൊന്ന് പോയി നോക്കുവാണ്. ഒരു ചെറിയൊരു വീട് പോലെ ഒരു ബിൽഡിംഗ് കിടപ്പുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയാണ്. വഴി എന്ന് പറഞ്ഞാൽ നല്ല വള്ളയും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു നടപ്പ് വഴി എന്നേ പറയാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇതിലേ വേണം ഇറങ്ങിപ്പോകാൻ. സൂക്ഷിച്ചില്ലെങ്കിൽ കുഴി കിടക്കും. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ. ഇതിലൂടെ ഇങ്ങനെ ചെറിയൊരു ഇടയുള്ളൂ, അതിലെ സൂക്ഷിച്ച് വേണം നടന്നു വരാൻ. നടന്നു വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. പൊള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ താഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ടുള്ള വഴിയാണിത്. നമ്മൾ താഴത്തെ കാഴ്ചകളും കൂടി ഒന്ന് കാണാനായിട്ട് ഇറങ്ങുവാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഗാലാൻഡിൽ പോയാലിരിക്കും. അതുപോലെയാണ്. അല്ലും ഒരു രക്ഷയില്ല. പാറയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പം നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇറങ്ങുന്ന വഴിക്കാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു വ്യൂ കണ്ടു. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്താണ്. ഇച്ചിരി ദൂരെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഇത്ര മടിക്കുവാണെങ്കിൽ തിരിച്ച് കയറുന്ന ഒരു അവസ്ഥ തുടങ്ങി. ഇതല്ലാതെ വേറെ വഴിയുണ്ടോ അറിയത്തില്ല. നമ്മുടെ വണ്ടി മേളിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ തന്നെ തിരിച്ച് കയറണം. എന്നാണെങ്കിലും നടക്കുന്നതിനുള്ള പ്രയോജനം താഴെ ചിലപ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് എത്തിരിക്കുകയാണ്. ഇത്ര വെള്ളം തോന്നി, ഇനി താഴെയിറങ്ങാൻ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ മോനെ വരുമ്പോഴേ കാണുന്നൊരു ഗടാഗടിയും സാധനമാണിത്. അടിപൊളിയാണ്. മരം എന്നൊക്കെ പറഞ്ഞ ഇതാണ് മോനെ. ഇതുകൊണ്ടാ കിടുക്കൊരു സാധനമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങൾ കണ്ടോ? ഇതുണ്ടോ മേളിലോട്ട് ഈ മരത്തെ കൂടെ ചവിട്ടി കയറാനായിട്ട് ഒരു ഏണി പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? പഴയതങ്ങാണ്ടാണെന്ന് തോന്നുന്നു, കുറേയൊക്കെ പോയി. ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ വല്ല ആൾക്കാർ തേനെടുക്കാനോ മറ്റോ കയറുന്ന പോലെ ആയിരിക്കാം. അപ്പം നമ്മളിപ്പം കണ്ട മരത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പം കയറി നിൽക്കുന്നത്. കിടുക്കനാണ്. വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ കിടു വലിപ്പമാണ്. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടോ? സൂപ്പർ ഉണ്ടോ? ഞാൻ കാണിക്കാം. ഇതാ നമ്മൾ കണ്ട മരം.
ഇങ്ങോട്ടുള്ള വഴിയല്ല നല്ല ഫോറസ്റ്റിന്റെ അകത്തൂടെ പോകുന്ന പോലെ തന്നെ നല്ല രസമാണ്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, അടിപൊളിയാണ്. അങ്ങനെ കുറേ നേരത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള നടത്തതിന് ശേഷം നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴെ വന്നിരിക്കുകയാണ്. എന്നാൽ അടിപൊളി പൊളി വ്യൂ ആണ്. നമ്മൾ വന്നപ്പോഴേ ഇതിന് താഴെ ഇങ്ങനെ ഇരുന്നതാണ്, മടുത്തു. എന്നാൽ സൂപ്പർ വ്യൂ ആണ്, നിങ്ങൾ കണ്ടു നോക്കും. നമ്മുടെ വെള്ളച്ചാട്ടമാണ്. സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ കോട്ടയം ജില്ലയിലെ ഒരു അടിപൊളി പ്ലേസ് ആണിത്. വേങ്ങത്താരം പെരുന്തേനരുവി എന്നാണ് ഇതിന്റെ പേര്. നിങ്ങളുടെ റൂട്ട് വരുവാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ പാറത്തോടെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. പാറത്തോട് നിന്ന് ലെഫ്റ്റ് പിടിച്ച് നേരെ പോകുന്ന മാളിക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടുള്ള വഴി ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. അപ്പം മാളിക എന്ന് പറയുന്ന ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ റോഡ് ഇറങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അവിടേക്ക് ചോദിച്ചാൽ ആൾക്കാർ കുറവായിരിക്കും, എന്നാലും ചോദിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കിട്ടും. പിന്നെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്കവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓഫ് റോഡാണ്, ഫുള്ള് വണ്ടി വരത്തുമില്ല. നല്ല പാടുള്ള വഴിയാണ്. ഒരു തരത്തിൽ ഞങ്ങൾ പകുതി വഴി വരെ വന്നത്. ബാക്കി അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്നു വരണം. നടന്നു വരികയെന്ന് വെച്ചാൽ ഏകദേശം ഒരു നടപ്പ് വഴി പോലെയുള്ള ഒരു വഴിയുണ്ട് ഈ തോടിനോട് ചേർന്ന് തന്നെ. അപ്പോൾ ആ വഴി നേരെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താം. അതുപോലെ എനിക്ക് താഴോട്ട് വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ താഴോട്ടൊരു നടപ്പ് വഴിയുണ്ട്. ആ വഴിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചൊക്കെ വരിക. ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കരുത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പണി കിട്ടി. അതുകൊണ്ട് എല്ലാം ഉള്ള സൂപ്പർ സ്ഥലമാണ്, അടിപൊളിയാണ്. പിന്നെ ഫാമിലി ആയിട്ടൊന്നും നമ്മൾ വരണമെന്ന് റെക്കമെൻഡ് ചെയ്യുകയില്ല. പക്ഷെ പിള്ളേരെ കൊണ്ടൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങളൊക്കെ തന്നെയാണ് വരിക, എൻജോയ് ചെയ്യുക, അടിപൊളിയാണ്. നമ്മളങ്ങ് താഴേന്ന് കണ്ട വലിയ മരത്തിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത്. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. സൂപ്പർ. എനിക്ക് മേളിലേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട താഴെ കേട്ടോ. ഈ താഴെ ഇറങ്ങി വരുമ്പോഴുള്ളൊരു കണ്ടോ, ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പക്കയാണ്, അടിപൊളിയാണ്. നല്ല തണലും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ വേങ്ങത്താനം പെരുന്തേനരുവിയുടെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞതാണ്. അപ്പോൾ തിരിച്ച് വണ്ടി ഇരിക്കുന്നിടത്തോട്ട് നടക്കുവാണ്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.